രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധിയുടെ സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെത്തിയത്. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലികഴിച്ച ധീരദേശാഭിമാനികളെ സ്മരിക്കുന്നുവെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. ചെങ്കോട്ടയിൽ വന്ദേമാതരം മുഴങ്ങിയത് ചരിത്രപരമെന്നും എല്ലാ മനസ്സുകളിലും വന്ദേമാതരം നിറയുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പുതിയ പ്രതീക്ഷകളോടെയാണ് രാജ്യം മുന്നേറുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വപ്നങ്ങളുടെയും അഭിലാഷങ്ങളുടെയും അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകുമ്പോഴാണ് രാജ്യത്തിന് മഹത്വമേറുന്നത്. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യമുക്തരാക്കി. ഇന്ത്യ ഇപ്പോൾ അതിവേഗത്തിൽ വളരുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ്. 2047 ഇന്ത്യ പൂർണ്ണമായും വികസിത ഭാരതമാകും. കഴിഞ്ഞ 12 വർഷം കൊണ്ട് ഇന്ത്യയെ ദുർബലമായ 5 സമ്പദ് വ്യവസ്ഥകളിൽ നിന്ന് ഒരു സുപ്രധാന സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റി. ജനങ്ങളുടെ പരിശ്രമമാണ് ഈ മാറ്റത്തിന് കാരണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം ചരിത്രത്തിൽ ആദ്യമായി ചെങ്കോട്ടയിൽ വന്ദേമാതരം ആലപിച്ചതും ശ്രദ്ധേയമായി. വന്ദേമാതരത്തിന് ശേഷം ദേശീയ ഗാനവും ആലപിച്ചു. നിലവിൽ കനത്ത സുരക്ഷയിലാണ് രാജ്യ തലസ്ഥാനം. ഡൽഹി സ്ഫോടനത്തിന്റെ അടക്കം പശ്ചാത്തലത്തിലാണ് സുരക്ഷ കർശനമാക്കിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ധീരതയും ത്യാഗവും നന്ദിയോടെ സ്മരിച്ചു. 140 കോടി ഇന്ത്യക്കാരുടെ കരുത്തിൽ രാജ്യം പുരോഗതിയുടെ പുതിയ ഉയരങ്ങൾ കീഴടക്കി. വരും കാലങ്ങളിൽ രാജ്യത്തിന്റെ ഈ മുന്നേറ്റം കൂടുതൽ വേഗത്തിലാകട്ടെയെന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു. പതാക ഉയർത്തുന്നതിനോടൊപ്പം 21 ആചാരവെടികൾ ചെങ്കോട്ടയിൽ മുഴങ്ങി. ദേശീയ പതാകയേന്തിയ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. അതിനുശേഷമാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം തത്സമയം 22 ഇന്ത്യൻ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാൻ ഭാഷിണി AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചു. ചെങ്കോട്ടയിലെ അതിഥികൾക്കുള്ള ഇരിപ്പിട മേഖലകൾക്ക് ഇത്തവണ ഇന്ത്യയിലെ വിവിധ കായലുകളുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. അതേസമയം സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളാണ് നടന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തി. ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തി. സർക്കാരിന്റെ ഔദ്യോഗിക ചടങ്ങുകളിലും സ്കൂളുകളിലും വന്ദേമാതരം ഉണ്ടാകില്ല. കഴിഞ്ഞ 12 വർഷമായി ദൃഢനിശ്ചയത്തോടെ നാം പ്രവർത്തിക്കുന്നുണ്ട് എന്നും ദുർബലമായ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ലോകശക്തിയായി നാം മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സാങ്കേതിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടായി. ഡിജിറ്റൽ രംഗത്തും മുന്നേറ്റമുണ്ടായി. ദാരിദ്ര്യ നിർമ്മാർജ്ജന ലക്ഷ്യവും വിജയം കാണുന്നു. കാലഹരണപ്പെട്ട നിയമങ്ങൾ തള്ളിക്കളഞ്ഞു. നിയമവ്യവസ്ഥ ശക്തവും സുതാര്യവുമാക്കി. അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാവർക്കുമെന്ന ലക്ഷ്യം സാക്ഷാത്കരിച്ചു. സ്വയം പര്യാപ്തത പൂർണ്ണ അർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കണം. അതിനായി നമ്മുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കണം. മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാത്ത സാഹചര്യം ഇവിടെയുമുണ്ടാകണം. ഡിജിറ്റൽ ഇടപാടുകൾ കഴിഞ്ഞ 12 വർഷത്തിനിടെ എത്രയോ മടങ്ങ് കൂടി. സെമി കണ്ടക്ടർ മേഖലയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇന്റർനെറ്റ് ഉപഭോക്താക്കളുടെ എണ്ണം 4 ഇരട്ടിയായി വർദ്ധിച്ചു. 3 സെമി കണ്ടക്ടർ പ്ലാന്റുകൾ യാഥാർത്ഥ്യമാക്കി. ആണവോർജ്ജ മേഖലയിലും ഇന്ത്യ സ്വന്തം ശക്തി നേടിയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. പുത്തൻ പ്രതീക്ഷകളുമായി നാം മുന്നേറുകയാണ്. ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള യാത്രയിലാണ് നാം. ആ യാത്ര സഫലമാകും. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും. വികസിത ഭാരതം 2047 എത്താൻ ഇനിയും ഏറെ ലക്ഷ്യങ്ങളുണ്ട്. വലിയ നേട്ടങ്ങൾ സാക്ഷാത്കരിക്കാനാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികവും യുവശക്തിയും പ്രമേയമാക്കിയാണ് ഇക്കൊല്ലത്തെ ആഘോഷം. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദി യുവജനങ്ങളെ അഭിസംബോധന ചെയ്യുമോ എന്ന് ലോകം ഉറ്റുനോക്കിയിരുന്നു. എന്നാൽ യുവാക്കളുമായി ചേർന്ന് സർക്കാർ മുന്നോട്ടു പോകുമെന്നും പുതിയ സർവകലാശാലകൾ യുവാക്കൾക്കായി പടുത്തുയർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യം ദേശീയ പതാകയുടെ മൂവർണ്ണ നിറത്താൽ മുഖരിതമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഹർഘർ തിരംഗ പ്രചാരണത്തെ അനർത്ഥമാക്കി പാതകളും കെട്ടിടങ്ങളും വാഹനങ്ങളുമെല്ലാം ത്രിവർണ്ണ പതാകകളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു. ഡൽഹിയിൽ പാർലമെന്റ് മന്ദിരവും സർക്കാർ ഓഫീസുകളും ത്രിവർണ്ണാലങ്കാരത്തിലാണ്. ദേശസ്നേഹ മുദ്രാവാക്യങ്ങളുമായി വിദ്യാർത്ഥികളുടെ തിരംഗയാത്രകൾ ഡൽഹിയുടെ വീതികളിൽ മുഴങ്ങി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.